സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെൻറ്റും പോലീസും ഉറപ്പുവരുത്തും. കുട്ടികളും സ്ത്രീകൾക്കുമെതിരായി ഉയർന്നു വരുന്ന അതിക്രമങ്ങൾ അത് ഗൗരവത്തോടെ തന്നെ കാണും. പല ജോലി സ്ഥലങ്ങളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന നിലയിൽ അത് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുമുള്ള സത്വര നടപടികളായിരിക്കും. ഞങ്ങൾ പ്രധാനമായും ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്താനും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ജനമൈത്രി പോലീസിലൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരാനും അതുപോലെ തന്നെ പുതിയ തലമുറയെ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആ ട്രാഫിക് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പുതിയ ആപ്പുകളും പുതിയ IT സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുവിടുന്നതാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ജനങ്ങളുടെ സുരക്ഷിതത്വ റോഡുകൾ ഉറപ്പുവരുത്താനും വേണ്ടി വന്നാൽ PWDയുമായി കൂടി സംസാരിച്ച് ഈ കാര്യത്തിൽ സൈബർ ക്രൈമുകൾ വർദ്ധിക്കുക. ആധുനിക കാലഘട്ടത്തിലെ ഈ സൈബർ ക്രൈമുകളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് കുറവുണ്ട്. പോലീസ് അംഗങ്ങളുടെ കുറവുണ്ട്. ടെക്നോളജി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള സാങ്കേതികമായ പല പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം. ഇന്ന് സൈബർ ക്രൈംസാണ് ഏറ്റവും കൂടുതൽ. ലോൺ ആപ്പുകൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആളുകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, ഒരു കാര്യമില്ലാതെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ആളുകളെ അപമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ